കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ആഴമായി രമ്യതപ്പെട്ട് അനുദപിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കും. ദൈവം അവരുടെ തെറ്റുകൾ അവർക്കെതിരെ പരിഗണിക്കുകയില്ല. സ്നേഹമുള്ളവരെ, നാം ചിന്തിക്കുന്നത് പോലെയല്ല ദൈവം ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ശക്തിയും അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്നവനുമായ ദൈവമായ കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. മോശയിലൂടെ അവിടുന്ന് പറഞ്ഞു, ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. ഭയപ്പെട്ടു നിൽക്കുന്ന ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി ദൈവമായ കർത്താവ് ചെങ്കടലിനെ രണ്ടായി പിളർന്ന് അതിലൂടെ വഴി തുറന്നു കൊടുത്തു. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ദൈവമായ കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം. സർവശക്തനായ ദൈവം നമ്മുടെ നീറുന്ന ഏത് അവസ്ഥകൾക്കും മാറ്റം വരുത്തും. നമ്മുടെ ജീവിതയാത്രയിൽ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശക്തനായ ദൈവമുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അവിടുന്ന് പറയുന്നു, ഭയപ്പെടാതെ ധൈര്യം അവലംബിക്കുവിൻ. ഇന്ന് കർത്താവായ യേശുവിന്റെ സന്നിധിയിൽ നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. നമ്മുടെ തളർച്ചകളിൽ, ആകുലതകളിൽ കർത്താവായ യേശുവിന്റെ സാന്നിധ്യം കടന്നു വരും. നമുക്ക് വിശ്വസിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടും. ആമേൻ. വളരരുതേ മനമേ, ആകുലമോ വരുതേ. പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടും. അപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ഹല്ലേലൂയ. അപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ആമേൻ. ഹല്ലേലൂയ. തളരരുതേ മനമേ, ആകുലമോ വരുതേ. പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. ചെങ്കടൽ പോലെയുള്ള പ്രതികൂലത്തിന്റെ മധ്യത്തിലാണോ ഇന്ന് നാം നിൽക്കുന്നത്? കർത്താവ് പറയുന്ന വിശ്വാസത്തോടെ നീ കരങ്ങൾ നീട്ടുക. ദൈവം അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വരും. നമ്മുടെ തടസ്സങ്ങളെ അവിടുന്ന് പകുത്തു മാറ്റും. നമ്മുടെ പ്രാർത്ഥനകൾ വിശ്വാസത്തോടെ കൂടെ ആയിരിക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ചെങ്കടലിന്റെ മുന്നിൽ നീ പതറുവതോ മനമേ. ചെങ്കടലിന്റെ മുന്നിൽ നീ പതറുവതോ മനമേ. ചെങ്കടൽ നേരെ കൈനീട്ടു, നിന്റെ ദൈവം ഇറങ്ങി വരും. വഴികൾ തുറന്നു തരും. വളരരുതേ മനമേ, ആകുലമോ വരുതേ. പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. ഇന്ന് നിന്റെ ജീവിതത്തിലെ മരുഭൂമി അനുഭവത്തിൽ നിന്ന് കർത്താവിനെ നീ വിളിക്കുമെങ്കിൽ അവിടുന്ന് അനുഗ്രഹത്തിന്റെ ഒരു ഉറവ ഇന്ന് നിനക്കായി തുറന്നു തരും. വിശ്വാസത്തോടുകൂടി കർത്താവായ ദൈവത്തെ നമുക്ക് വിളിക്കാം. നമ്മുടെ ഏത് അവസ്ഥകൾക്ക് മാറ്റം അവിടുന്ന് വരുത്തും. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. മരുഭൂമിയിലെ പൊരിവെയിലിൽ നീ കരയുവതോ മനമേ. മരുഭൂമിയിലെ പൊരിവെയിലിൽ നീ കരയുവതോ മനമേ. ആകാറിന്റെ നിലവിളി കേട്ട് ദൈവം ഇറങ്ങി
ഹല്ലേലൂയ. ഉറവയെ തുറന്നു തരും. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. ഇന്ന് ഇല്ലായ്മയുടെ നടുവിൽ വിശപ്പിന്റെ അവസ്ഥയിൽ നീ ആയിരിക്കുന്നു. തളരാതെ വിശ്വാസത്തോടുകൂടി നമ്മുടെ കർത്താവായ യേശുവിനെ വിളിക്കുക. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ആരെയും തള്ളിക്കളയാത്ത നമ്മുടെ കർത്താവ് നമ്മുടെ മേൽ ഇറങ്ങി വരും, നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. കെരീത്തിന്റെ താഴ്വരയിൽ നീ വിശന്നിടുന്നോ മനമേ, കെരീത്തിന്റെ താഴ്വരയിൽ നീ വിശന്നിടുന്നോ മനമേ, ആകാശത്തിലെ പറവയിലൂടെ അപ്പം കൊണ്ടുതരും. ആമേൻ. ഹല്ലേലൂയ. ദൈവം വിളമ്പിത്തരും. ആമേൻ. ആമേൻ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നാം സമർപ്പിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ പ്രതികൂലങ്ങളിൽ ദൈവപ്രവൃത്തി കടന്നു വരികയും നാം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.